ഹായ് ഓൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റിലെ ഇ കൊമേഴ്സ് ആൻഡ് ഇ മാർക്കറ്റിംഗ് എന്ന ചാപ്റ്ററിലെ ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ മൂന്നാമത്തെ ഭാഗവും അവസാനത്തെ ഭാഗമായിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല നമുക്ക്. അതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ ചാപ്റ്റർ നല്ല രീതിയിൽ നമ്മൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഒന്നാമത്തത് നോക്കുന്നത് എം കൊമേഴ്സ്, അതായത് മൊബൈൽ കൊമേഴ്സ് എന്താന്നുള്ളതാണ്. നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ടെലി കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മണി ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ മൊബൈൽ കൊമേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. അക്കോർഡിംഗ് ടു ബെർലാച്ചർ, എം കൊമേഴ്സ് റെഫേഴ്സ് ടു എനി ട്രാൻസാക്ഷൻ വിത്ത് മോണിറ്ററി വാല്യൂ ദാറ്റ് ഈസ് കണ്ടക്റ്റഡ് ത്രൂ എ മൊബൈൽ ടെലി കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം, മൊബൈൽ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ടെലി കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് വെച്ചിട്ട് അല്ലെങ്കിൽ ടെലി കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വെച്ചിട്ട് എന്തെങ്കിലും ഒരു മണിറ്ററി ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? മൊബൈൽ കൊമേഴ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ആമസോണിൽ ഒരു ബുക്ക് ഓർഡർ ചെയ്യാന്ന് വിചാരിക്കുക. ആമസോണിൽ ഒരു ബുക്ക് ഓർഡർ ചെയ്യാണ്, അതിന്റെ പേയ്മെന്റ് നമ്മൾ ത്രൂ മൊബൈൽ ഫോൺ വെച്ച് നൽകാന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അതെന്തായി? മൊബൈൽ കൊമേഴ്സ് ആയി. ഈ മൊബൈൽ കൊമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇ കൊമേഴ്സിന്റെ ഒരു ഭാഗം തന്നെയാണ്. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മൊബൈൽ കൊമേഴ്സിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് സുപരിചിതമായിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ് വൈഡർ റീച്ച് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ലോവർ കോസ്റ്റ്, കൺവീനിയൻസ്, ആക്സസിബിലിറ്റി, ഈസി കണക്ടിവിറ്റി, പേഴ്സണലൈസേഷൻ, ടൈം എഫിഷ്യൻറ്റ്. ഓക്കെ, ഒന്നാമത് നോക്കാം വൈഡർ റീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എന്താക്കാൻ പറ്റും? പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വൈഡർ റീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറിയാൽ തന്നെ അവിടെ ചിലപ്പോൾ നമ്മുടെ നാട്ടിലല്ലാത്തത് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും സംസ്ഥാനത്തുള്ളതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജില്ലകളിലുള്ളതോ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് എന്താണോ ആവശ്യം ആ സാധനം നമുക്ക് എന്താക്കാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അതിനെ കൊണ്ടാണ് നമ്മൾ വൈഡർ റീച്ച് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് ലോവർ കോസ്റ്റ്. ഓഫ് കോഴ്സ് നമുക്കറിയാം, ഈ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ ഡയറക്ട്ലി പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്വാഭാവികമായിട്ടും ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്തായാലും കുറവായിരിക്കും. അതായത് ഹോൾസെയിലർ റീറ്റെയിലർ എന്നുള്ള കോൺസെപ്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറവായിരിക്കും. പിന്നെ അടുത്തത് കൺവീനിയൻസ് ആണ്. കൺവീനിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താക്കാം? നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഏത് സമയത്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അതിനെ കൊണ്ടാണ് കൺവീനിയൻസ് പറയുന്നത്. പിന്നെ ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമുക്ക് എന്താണ്? ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു പ്രൊഡക്റ്റ് പോലും ഇപ്പോൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അവൈലബിൾ അല്ലാത്തതായിട്ടില്ല. എല്ലാ സാധനവും നമുക്ക് എന്താ കിട്ടും? ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ കിട്ടും. ഓക്കെ, പിന്നെ ഈസി കണക്ടിവിറ്റി, പെട്ടെന്ന് നമുക്ക് എന്താക്കാൻ പറ്റും? ക്യാച്ച് ചെയ്യാൻ പറ്റും അല്ലെ? അതായത് നമ്മളിപ്പോ ഒരു സാധനം വാങ്ങണമെങ്കിൽ ഇപ്പം രാത്രി 12 മണി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ത്രൂ ഓൺലൈൻ എന്താക്കാൻ പറ്റും? വാങ്ങിച്ചെടുക്കാൻ പറ്റും. പിന്നെ പേഴ്സണലൈസേഷൻ എന്താണ്? ഇതിൽ പോസിബിൾ ആണ്. പിന്നെ മെയിൻ ആയിട്ട് കൊണ്ട് ടൈം എഫിഷ്യന്റ് ആണ്. അതായത് നമുക്ക് നമ്മുടെ ടൈം വളരെ രീതിയിൽ എന്താക്കാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. കോസ്റ്റ് കുറയ്ക്കാന്ന് പറഞ്ഞ പോലെ തന്നെ ടൈമും കുറയ്ക്കാൻ പറ്റും. കാരണം നമുക്കറിയാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം എന്തിൽ പോകണം? നേരം വെളുക്കുന്നവരെ കാത്തിക്കണം, ഷോപ്പ് തുറക്കുന്നിടത്ത് പോകണം, അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഷോപ്പിലെത്തുക. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ എന്താക്കി തരും? ഈ മൊബൈൽ കൊമേഴ്സ് മാറ്റി തരും. ഓക്കെ, മൊബൈൽ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇ കൊമേഴ്സ് തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ ഇവിടെ മണിറ്ററി ട്രാൻസാക്ഷൻസ് എന്തിലൂടെ നടത്തും? ഈ മൊബൈൽ ടെലി കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് വെച്ച് നടത്തും. അതിനെ കൊണ്ടാണ് നമ്മൾ അതിന് മൊബൈൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. നമുക്കിനി മൊബൈൽ കൊമേഴ്സിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് നോക്കാം. പ്രധാനമായിട്ട് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് ഉള്ളൂ. അഡ്വാൻറ്റേജസ് ആണ് മൊബൈൽ കൊമേഴ്സിന് കൂടുതൽ. എന്തൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസ് നോക്കാം. ഒന്ന്, ലോ ആക്സെപ്റ്റൻസ് റേറ്റ്. രണ്ട്, ലിമിറ്റഡ് ക്യാപ്പബിലിറ്റീസ്, ഹെട്രോജനിറ്റി, തെഫ്റ്റ് ഓഫ് ഡിസ്ട്രക്ഷൻ, ലോ കസ്റ്റമർ റിട്ടൻഷൻ റേറ്റ്. ഓക്കെ, ഒന്ന് നോക്കാം. ലോ ആക്സെപ്റ്റൻസ് റേറ്റ് എന്ന് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ മൊബൈൽ ഇല്ലാത്ത ആളുകൾക്കൊന്നും നമുക്ക് എന്താക്കാൻ പറ്റില്ല? ഈ മൊബൈൽ കൊമേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മാത്രമല്ല ഇപ്പം ബാങ്ക് അക്കൗണ്ട്, ഓൺലൈൻ ബാങ്കിങ് സൗകര്യം ഇല്ലാത്ത ബാങ്കുകളൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് എന്താക്കാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, രണ്ടാമത് ലിമിറ്റഡ് കേപ്പബിലിറ്റി ആണ്. ലിമിറ്റഡ് കേപ്പബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ, ഓക്കെ, ടിവിന്റെ സ്ക്രീന് പോലെയല്ല, വളരെ ചെറിയ സ്മാർട്ട് ഫോൺ ആണ്, വളരെ ചെറിയ സ്ക്രീനാണ് ഉണ്ടാവുക. അപ്പം അത്തരത്തിലുള്ള സ്ക്രീനുകളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഡക്റ്റിന്റെ ഒരു 100% പെർഫെക്റ്റ് നമ്മൾ ആ സ്ക്രീനിൽ കൂടെ കാണാൻ പറ്റില്ല. ഓക്കെ,
അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ട്. പിന്നെ ഹെട്രോജിനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു സാധനം ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ വിചാരിക്കുക. ഓക്കെ, അവിടെ കുറെ എന്തുണ്ടാവും, നെറ്റ്വർക്കുകൾ ഉണ്ടാവും. അപ്പൊ അതായത് ഓരോ സൈറ്റിലേക്കും വ്യത്യസ്തമായിട്ട് നമ്മൾ എന്താകും, റൂട്ട് തിരിച്ചു വിടും. അപ്പൊ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് തപ്പുന്ന സമയത്ത് ചിലപ്പോൾ യഥാർത്ഥ പ്രൊഡക്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിന്റെ എന്തുണ്ടാവും, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. ഒറിജിനലേ വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ആ പ്രൊഡക്റ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാവും. അപ്പോൾ ചില സമയത്ത് നമുക്ക് അങ്ങനെ ഒരു വിപരീതമായിട്ടുള്ള ഒരു പ്രശ്നം വരും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിന് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും നമ്മൾ എന്താക്കിയിട്ടുണ്ടാവുക, സെർച്ച് ചെയ്തിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. ഒരുപക്ഷെ നമ്മളത് ഉപയോഗിച്ച് കുറച്ചു കാലം കഴിഞ്ഞാലായിരിക്കും നമുക്ക് എന്താവുക, മനസ്സിലാവുക നമ്മൾ ഉപയോഗിച്ചത് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് ആണെന്നുള്ള രീതിയിൽ. ഓക്കെ, അതൊരു ഡ്രോബാക്ക് ആണ്. പിന്നെ തെഫ്റ്റ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ കോണ്ടാക്ട്സ് ഇതിലെ കൂടെ പോകും. അതായത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ എന്തിലെ കൂടെ ഷെയർ ആവും, മൊബൈൽ കോമേഴ്സിലൂടെ ഷെയർ ആവും. പിന്നെ അടുത്തത് ലോ കസ്റ്റമർ റിട്ടൻഷൻ റേറ്റ്. അതാണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് നമ്മളിപ്പം ഓഫ്ലൈൻ പർച്ചേസ് ആണെങ്കിൽ, അതായത് സാധാരണ ഒരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഇപ്പം ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ അതേ പ്രൊഡക്റ്റ് വേറൊരു ഓഫറിൽ ഉണ്ടാവും. അപ്പൊ ഒരിക്കലും കസ്റ്റമറിനെ ഒരു സൈറ്റിൽ തന്നെ എന്താക്കാൻ പറ്റില്ല, പിടിച്ചു നിർത്താൻ പറ്റൂല. അതിനെ കൊണ്ടാണ് നമ്മൾ അവിടെ ലോ കസ്റ്റമർ റിട്ടൻഷൻ റേറ്റ് എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നോക്കാം. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഇ പേയ്മെന്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്കറിയാം ഇ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ പേര് തന്നെ ഉണ്ട്, എന്താണ്, ഇലക്ട്രോണിക് പേയ്മെന്റ്. ഓക്കെ, നോക്കാം. ഇ പേയ്മെന്റ് മീൻസ് മേക്കിംഗ് പേയ്മെന്റ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ യൂസിങ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ്സ് ഫോർ ദ പ്രോഡക്റ്റ് ബോട്ട് ഇലക്ട്രോണിക്കലി. ഓക്കെ, ഇ പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, ഇ പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയാം. ചിലപ്പോൾ അത് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാവാം, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാവാം, അല്ലെങ്കിൽ വേറെ ഇ ക്യാഷ് വെച്ചിട്ടാവാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ ആലോചിച്ച് വെക്കുക, ഇ പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസ് വെച്ചിട്ട് നമ്മൾ പേയ്മെന്റ് നടത്തുന്നതിനെയാണ് എന്ത് പറയാ, ഇ പേയ്മെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പം കുറെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട് ഈ ഇ പേയ്മെന്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട്. അതൊക്കെ നമുക്ക് ഏതാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് ടൈപ്സ് ഓഫ് ഇ പേയ്മെന്റ് സിസ്റ്റം. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ഇ എഫ് ടി എന്നൊക്കെ പറയാം. സാധാരണ പരീക്ഷയ്ക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കലുണ്ട് എന്താണ് ഇ എഫ് ടി, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. പിന്നെ രണ്ടാമത് ഇലക്ട്രോണിക് ടോക്കൺ ബേസ്ഡ് ഇ പേയ്മെന്റ് സിസ്റ്റം, ഇലക്ട്രോണിക് ടോക്കൺ ബേസ്ഡ് ഇ പേയ്മെന്റ് സിസ്റ്റം. മൂന്നാമത്തത് ഇ മണി ഓർ ഇ ക്യാഷ്. എന്നിങ്ങനെ പ്രധാനമായിട്ട് ഈ 3 ഇ പേയ്മെന്റ് സിസ്റ്റംസ് ആണുള്ളത്. ഓക്കെ, നമുക്ക് അവ എന്താണെന്ന് നോക്കാം. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഇ എഫ് ടി. സാധാരണ പേരിൽ തന്നെ ഉണ്ട് ഇലക്ട്രോണിക് ആയിട്ട് നമ്മൾ പേരിൽ തന്നെ ഉണ്ട് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഇ പേയ്മെന്റ് സിസ്റ്റം എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ഈ ഇലക്ട്രോണിക് ഡിവൈസ് വെച്ചിട്ട് എന്താണ് നമ്മൾ അവിടെ പേയ്മെന്റ് നടത്തുന്നതിന് ഇ പേയ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഇ എഫ് ടി ഇ പേയ്മെന്റിന്റെ ഒരു ഭാഗമായത് കൊണ്ട് തന്നെ ശ്രദ്ധിച്ചോളൂ. ഒന്നുമില്ല, അതായത് ഇ എഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനി ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ഇനീഷ്യേറ്റഡ് ത്രൂ ആൻ ഇലക്ട്രോണിക് ടെർമിനൽ, ടെലിഫോണിക് ഇൻസ്ട്രുമെന്റ് ഓർ കമ്പ്യൂട്ടർ or magnetic tape so as to order, instruct or authorize a financial institution to debit or credit an account. Okay, അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെയും നമ്മൾ മണി ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താണ്, ഇലക്ട്രോണിക് മീഡിയ വെച്ചിട്ടാണ്. അതായത് മൊബൈൽ ഫോൺ ആവാം, കമ്പ്യൂട്ടർ ആവാം, വേറെ ഏത് ഡിവൈസസ് വേണമെങ്കിലും ആവാം. പക്ഷേ അത് രണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കണം. അതായത് ഒരാൾ എന്താക്കും, പേയ്മെന്റ് നടത്തുന്ന സമയത്ത് വേറെ ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുകയും ചെയ്യും, നേരെ മറിച്ച് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്താവും, പൈസ കിട്ടുകയും ചെയ്യും. ഓക്കെ, അതിനാണ് നമ്മൾ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അറ്റ് എ ടൈം, അതായത് ഇപ്പൊ ഞാനൊരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അറ്റ് എ ടൈം ഞാൻ എന്താക്കും, എന്റെ കയ്യിൽ നിന്ന് എന്റെ ബാങ്ക് ത്രൂ പൈസ നമ്മുടെ ഓപ്പോസിറ്റ് സെല്ലറിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഞാൻ എന്താക്കും, അയക്കും. അപ്പം അവിടെ അറ്റ് എ ടൈമിലാണ് നടക്കുന്നത്. മാത്രമല്ല എന്റെ ബാങ്കിൽ നിന്ന് എന്റെ പൈസ കുറയും, സെല്ലറിന്റെ ബാങ്കിൽ എന്താക്കും, അദ്ദേഹത്തിന്റെ ക്യാഷ് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും അവിടെ ആവും. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയാം. ഇപ്പം ഈ ആമസോണിൽ തന്നെ നമുക്ക് ഓൺലൈൻ ത്രൂ പേയ്മെന്റ് നടത്താം, ഓഫ്ലൈൻ ത്രൂ പേയ്മെന്റ് നടത്താം. ഇവിടെ ഞാൻ ആമസോൺ പറയാൻ കാരണം ഓരോ എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ മാത്രം. അപ്പോൾ ഓഫ്ലൈൻ എങ്ങനെ നടത്തുക, ക്യാഷ് ഓൺ ഡെലിവറി. ആ ക്യാഷ് ഓൺ ഡെലിവറി മാറ്റി കാർഡ് ഓൺ ഡെലിവറി ആക്കുന്ന സമയത്ത് അതെന്തായി, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആയിട്ട് മാറി. ഓക്കെ, ഈ ഈ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ തന്നെ പ്രധാനമായിട്ടും 3 ഉണ്ട്. അതായത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ പേയ്മെന്റ്സ്, റീറ്റെയിലിംഗ് പേയ്മെന്റ്സ്,
ഓൺലൈൻ ഇ കൊമേഴ്സ് പേയ്മെന്റ്സ് എന്നിങ്ങനെ 3 തരത്തിലുള്ള ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ടൊന്നും പോണ്ട, 3 ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രോണിക് ടോക്കൺ ബേസ്ഡ് ഇ പേയ്മെന്റ് സിസ്റ്റം ആണ്. ഓക്കെ, ഇ പേയ്മെന്റ് സിസ്റ്റത്തിലെ രണ്ടാമത്തെ ആണ്. ഇതൊന്നുമില്ല, ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് ഡിജിറ്റൽ കറൻസി ദാറ്റ് ഈസ് ഇൻ എ സ്റ്റാൻഡേർഡ് ഇലക്ട്രോണിക് ഫോർമാറ്റ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ കറൻസി ആയിരിക്കും. ഈ ടോക്കൺ ബേസ്ഡ് ഇ പേയ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ കറൻസി അവിടെ ഉണ്ടാവും. എങ്ങനെ ഏത് രീതിയിലാണ് ഉണ്ടാവും? അത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോണിക് ഫോർമാറ്റ്. അതായത് നമുക്ക് കറൻസി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ത്രൂ ഉണ്ടാവില്ല, നമ്മൾ കുറച്ച് കറൻസി ഓൺലൈൻ ത്രൂ വാങ്ങിച്ചു വെക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പം ഫോൺ പേ എന്നുള്ള ആപ്പിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. പക്ഷെ ആ ക്യാഷ് ബാക്ക് നമുക്ക് ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, നമ്മുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ Paytm പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ചില സാധനങ്ങളൊക്കെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും, പക്ഷെ നമ്മുടെ അക്കൗണ്ട് ത്രൂ ആവില്ല, അവിടെ ഒരു വാലറ്റിൽ കിടക്കും അല്ലെ. അപ്പൊ ആ വാലറ്റിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് എന്താക്കാൻ പറ്റും, അത് വെച്ചിട്ട് വേറെ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആക്കാനും പറ്റില്ല, വാലറ്റിൽ മാത്രമേ ആ പൈസ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിന് നമ്മൾ ഡിജിറ്റൽ കറൻസി എന്ന് പറയും. കാരണം നമുക്കത് ഫിസിക്കൽ ഫോമിൽ നമുക്ക് അത് ഒരിക്കലും അവൈലബിൾ ആവില്ല, അതൊരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ടോക്കൺ ബേസ്ഡ് ഇ പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ഈ ഇലക്ട്രോണിക് ടോക്കൺ സിസ്റ്റം ഉണ്ട്. ഒന്ന് ക്യാഷ് ഓർ റിയൽ ടൈം, 2 ഡെബിറ്റ് ഓർ പ്രീപെയ്ഡ്, മൂന്നാമത്തത് ക്രെഡിറ്റ് ഓർ പോസ്റ്റ് പെയ്ഡ്. ഓക്കെ, CDC എന്ന് ഓർത്താൻ വെച്ചാൽ മതി, ക്യാഷ്, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ 2 പഠിച്ചു. ഇനി നമുക്ക് മൂന്നാമത്തതിലേക്ക് പോവാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഇലക്ട്രോണിക് പേയ്മെന്റിലെ ഇ പേയ്മെന്റ്സിലെ മൂന്നാമത്തെ ആളാണ് ഇ മണി ഓർ ഇ ക്യാഷ്. ഈ ഇലക്ട്രോണിക് മണി അല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്യാഷ്, ഈ സാധനമാണ് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇ പേയ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഏതെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും നമ്മൾ എന്താക്കും, അതിൽ ക്ലിക്ക് ചെയ്യും, പേയ്മെന്റ് ത്രൂ ഓൺലൈൻ നടത്തും അല്ലേ. പേയ്മെന്റ് എങ്ങനെയാണ് നടത്തുക? നമ്മൾ ആദ്യം പേ എന്നുള്ള ബട്ടണിൽ അമർത്തും സൈറ്റിലുള്ള. അപ്പൊ നമ്മൾ എന്താക്കും, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് വരും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ATM കാർഡിന്റെ ഡീറ്റെയിൽസ്, ഡെബിറ്റ് കാർഡിന്റെതോ ക്രെഡിറ്റ് കാർഡിന്റെതോ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പൊ തന്നെ നമ്മുടെ ബാങ്കിലേക്ക് ഒരു റിക്വസ്റ്റ് പോകും. ബാങ്കിൽ നിന്ന് നമുക്ക് എന്ത് വരും, ഒരു OTP വരും. ആ OTP നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഫണ്ട് എന്താവും, ട്രാൻസ്ഫർ ആവും. ആ സിസ്റ്റം ആണ് അല്ലെ. ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇ മണി ഓർ ഇ ക്യാഷ് എന്ന് പറയാം. അതായത് നമ്മൾ നമ്മുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, സ്മാർട്ട് കാർഡ്, അല്ലെങ്കിൽ ഓട്ടോമാറ്റഡ് ക്ലിയറിംഗ് ഹൗസ്, അല്ലെങ്കിൽ EFT, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, ഇ മണി ഓർ ഇ ക്യാഷ് എന്നൊക്കെ പറയാം. ഓക്കെ, ഈ വാലറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇലക്ട്രോണിക് ടോക്കൺ ബേസ്ഡ് ഇ പേയ്മെന്റ് സിസ്റ്റം ആണ്. പക്ഷേ ഇ മണി അല്ലെങ്കിൽ ഇ ക്യാഷ് എന്നൊക്കെ പറയുന്ന സമയത്ത് അതെന്തായി മാറും, വേറൊരു ടൈപ്പ് ആയിട്ട് മാറും. ഓക്കെ, പ്രധാനമായിട്ട് 4 പ്രോപ്പർട്ടീസ് ആണ് ഈ ഈ ഇ മണി ഒരു ഇ ക്യാഷിനുള്ളത്. അതിന് നമ്മൾ ആസിഡ് എന്നാണ് വിളിക്കുക. ഓട്ടോമാറ്റിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ, ഡ്യൂറബിലിറ്റി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ 4 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്, ഇലക്ട്രോണിക് ഫണ്ട് ഇ പേയ്മെന്റ് സിസ്റ്റം. ഓക്കെ, ഇ പേയ്മെന്റ് സിസ്റ്റം എന്താ നമ്മൾ പഠിച്ചു, മൊബൈൽ നമ്മളെ ഇലക്ട്രോണിക് മീഡിയ വെച്ചിട്ട് പേയ്മെന്റ് നടത്തുന്നതിനെയാണ് ഇ പേയ്മെന്റ് സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതിന്റെ 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഈ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്താന്ന് പറഞ്ഞു, അതിന്റെ 3 ചെറിയ കഷ്ണങ്ങളുണ്ട്, ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ടോക്കൺ ബേസ്ഡ് ഇ പേയ്മെന്റ് സിസ്റ്റം എന്താന്ന് പറഞ്ഞു, അതിന്റെയും 3 കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഇ മണി ഓർ ഇ ക്യാഷ്, അതിന്റെ പ്രധാനമായിട്ട് 4 പ്രത്യേകതകളുണ്ട്. ആസിഡ് എന്നാണ് നമ്മൾ പൊതുവായിട്ട് വിളിക്കുക. ഓട്ടോമസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി. ഇനി നമുക്ക് ഇ പേയ്മെന്റ്